ഇന്ന് മലയാളത്തിന്റെ എഴുത്ത് ആ ജീവിതത്തിൽ. മലയാളത്തിലെ എഴുത്തച്ഛനെ കുറിച്ച് പറയാൻ പറഞ്ഞായിരുന്നു അല്ലേ? ആ അപ്പം എഴുത്തച്ഛനെ കുറിച്ചുള്ള പോയിന്റുകളൊക്കെ പറ. ഉം. എഴുത്തച്ഛൻ ഒരു കവി ആണ്. കവിയാണ്. പിന്നെന്തുവാ? മലയാള ഭാഷയുടെ പിതാവ്. മലയാള ഭാഷയുടെ പിതാവ്. മലയാള ഭാഷയുടെ പിതാവ്. പിന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ഉം. പിന്നെ കൃതികള്. ഉം. എഴുത്തച്ഛൻ ഏതാണ്ട് ഇതേപോലെ ഞാനിപ്പോൾ എഴുതിയ പോലെ കുറച്ചിങ്ങനെ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ പോയിന്റ്സിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആലോചിച്ച് വലിയ വലിയ സെൻറ്റൻസ് ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ ഒന്ന് രണ്ട് പിന്നെ ഇയാളുടെ കാലയളവ്, എഴുത്തച്ഛൻ്റെ കാലയളവ് ഉണ്ടല്ലോ, ജീവിത കാലയളവ്, അതൊക്കെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. അതൊക്കെ എനിക്ക് തോന്നുന്നു പരീക്ഷാ പേപ്പറിൽ തരുമെന്ന് തോന്നുന്നു അല്ലേ? പ്രൊഫൈലൊക്കെ ഞാൻ കണ്ടിട്ടില്ല അത്തരം. എൻ്റെ ഒരു ഇംഗ്ലീഷിൽ അങ്ങനെ തരത്തുള്ളൂ, മലയാളത്തിൽ തരത്തില്ല. ഇംഗ്ലീഷിലേ തരത്തുള്ളൂ? അതോ മലയാളം പേപ്പർ ഇംഗ്ലീഷാണോ തരുന്നത്? അതറിയത്തില്ല, മലയാളത്തിൽ അങ്ങനെ തരത്തില്ല സാധാരണ. ഇപ്പം അധികം ഇത് കാണില്ല, ജീവിതത്തെക്കുറിപ്പ് അധികം എഴുതാൻ തരത്തില്ല അധികം. ഓ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിനകത്തൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തി കാണും. അഥവാ ഇനി അങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ, എഴുത്തച്ഛനെ കുറിച്ച് എഴുതണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് എഴുതാം. മറ്റേതെനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ കാലയളവൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഓർക്കുന്നില്ല. ആവശ്യമുള്ള സമയത്ത് അത് പഠിച്ച് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ എഴുത്തച്ഛൻ ഒരു കവിയാണെന്ന് മനസ്സിലായി, മലയാള ഭാഷയുടെ പിതാവാണെന്ന് അറിയാം, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണെന്നും അറിയാം. ഈ മൂന്ന് കാര്യങ്ങൾ വെച്ച് പഠിക്കുക. ഇപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും മലയാള ഭാഷയുടെ പിതാവും ആയ എഴുത്തച്ഛൻ എന്ന കവിയുടെ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്ത് നിന്നും, അല്ലേ? എനിക്ക് തോന്നുന്നു ലക്ഷ്മണ സാന്ത്വനം വേറെ ഏതോ കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ആ കൃതി ഏതാണെന്നറിയോ? ഏതാണ്? കിളിപ്പാട്ട്. കിളിപ്പാട്ടോ? കിളിപ്പാട്ടായിരിക്കത്തില്ല. അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അധ്യാത്മ രാമായണം കിളിപ്പാട്ടിനകത്തുള്ള ഭാഗമാണോ ഇത്? അധ്യാത്മ രാമായണം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് എഴുതി നോക്കാം. അതായത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും, നോട്ട് ചെയ്തോണം അത് കേട്ടോ, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും മലയാള ഭാഷയുടെ പിതാവുമായ, ഒന്നും കൂടി ആദ്യം മുതൽ പറയാം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും. ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല കേട്ടോ, മാറ്റി മാറ്റിയൊക്കെ എഴുതാം. ഞാൻ പെട്ടെന്ന് എനിക്ക് വായി വന്ന ഒരു രീതി അങ്ങ് പറയുന്നതാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും മലയാള ഭാഷയുടെ പിതാവുമായ, മലയാള ഭാഷയുടെ പിതാവുമായ പ്രശസ്ത കവി ശ്രീ എഴുത്തച്ഛൻ്റെ, വലിച്ചു വാരി എഴുതണോ? എന്തോ പറഞ്ഞോ? വേണോ? കവി എഴുത്തച്ഛൻ്റെ അല്ലെങ്കിൽ ശ്രീ കൂട്ടണോ? എഴുത്തച്ഛൻ്റെ എഴുതിയാലും മതി. ഞാൻ പെട്ടെന്ന് ശ്രീ കയറി വന്നുകൊണ്ടങ്ങ് പറഞ്ഞതാ. ചിലപ്പോൾ അത് വീണ്ടും വീണ്ടും എഴുതുമ്പോൾ ഇങ്ങനെ ചുരുങ്ങി വരും. ചിലപ്പോൾ ആദ്യമൊക്കെ വലിയ സെൻറ്റൻസ് ആയിരിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ വലിയ വലിയ സെൻറ്റൻസേ വരും. അത് പിന്നെ ഇങ്ങനെ ചുരുക്കി ചെറിയ ചെറിയ സെൻറ്റൻസ് ആക്കി മാറ്റാനൊക്കെ പറ്റും. അത് ഇങ്ങനെ പരിശീലിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും മലയാള ഭാഷയുടെ പിതാവുമായ കവി എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ
ചെറിയൊരു കിളിപ്പാട്ടിന്റെ ചെറിയൊരു ഭാഗമാണ് ചെറിയൊരു ഭാഗമാണ് ലക്ഷ്മണ ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം ലക്ഷ്മണ സാന്ത്വനം സാന്ത്വന. എന്ന പാഠഭാഗം. അത് വലിയൊരു സെൻറ്റൻസ് ആയിപ്പോയി അല്ലേ? ആ അതിനെ ചെറിയ ചെറിയ സെൻറ്റൻസ് ആക്കി നോക്കൂ. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ നമ്മുടെ ഈ കമ്പൈൻ സ്റ്റഡിയിൽ പങ്കെടുക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്കതൊരു മത്സരമൊക്കെ ആയിട്ട് വെക്കാം. ഇപ്പം ഞാനൊരു ഇത് പറയുന്നു, അതിനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതികളിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് അമ്മുവിൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് വരുന്നവരുണ്ടെങ്കിൽ വരട്ടെ. അപ്പോൾ ലക്ഷ്മണ സാന്ത്വനം, അപ്പം ഞാൻ പറഞ്ഞെങ്ങനെ, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും മലയാള ഭാഷാ പിതാവുമായ അല്ലേ കവി എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ചെറിയൊരു ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം. അല്ല, അത് റിപ്പീറ്റ് വന്നിട്ടുണ്ടല്ലോ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ചെറിയൊരു ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠം എന്ന് മതിയാവും. ഭാഗം വീണ്ടും വരണ്ട. അല്ലെങ്കിൽ ലക്ഷ്മണ സാന്ത്വനം വരെ എഴുതിയാലും മതി. എന്ന പാഠം വേണമെന്നില്ല. അത് ഞാൻ പറഞ്ഞു, എഴുതി കഴിയുമ്പോൾ ചിലപ്പം ചുരുക്കി ഇത് കിടന്നോട്ടെ, എന്ന പാഠം എന്ന് കിടന്നോട്ടെ. അതിനകത്ത് പിന്നെ നമ്മൾ പറഞ്ഞ കഥ എന്തുവായിരുന്നു? ശ്രീരാമനുണ്ട് അല്ലേ, മെയിൻ ലക്ഷ്മണനാണ്. ലക്ഷ്മണന്റെ എന്താണ്, കോപത്തെക്കുറിച്ചാണ് ശരിക്കും ഇതിനകത്ത് പറയുന്നത് അല്ലേ. ആ കോപം ശമിപ്പിക്കാൻ അല്ലേ. അതായത് പിന്നെ ഭരതനുണ്ട്. പിന്നെ രാജ്യം ഏതാണ്? അയോധ്യ അല്ലേ. അപ്പോൾ അയോധ്യയിലെ എന്താണ്, അയോധ്യയിലെ എന്താണ്, യുവരാജാവായിട്ട് ഭരതനെ എന്താണ് ആ സ്ഥാനം നൽകിയതിൻ്റെ പേരിൽ ശ്രീരാമന് കിട്ടേണ്ടിയിരുന്ന സ്ഥാനമായിരുന്നു അത് നൽകേണ്ടി ശ്രീരാമന് കൊടുക്കാതെ പകരം ഭരതന് കൊടുത്തതിൽ എന്താണ് വിഷമോ സങ്കടമൊക്കെ അല്ലേ. വിഷമോ സങ്കടവും ഒരേ വാക്കല്ലേ. വിഷമവും ദേഷ്യവും ഒക്കെ ആർക്ക് തോന്നി? ലക്ഷ്മണന് തോന്നി. അങ്ങനെ ലക്ഷ്മണൻ വഴക്കിടാൻ പോകുമ്പോൾ ശ്രീരാമൻ ഇടയ്ക്ക് കയറി നിന്നിട്ട് അവനെ തടഞ്ഞുകൊണ്ട് അല്ലേ, ലക്ഷ്മണനെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും ആ പാഠത്തിൽ കവിതാരൂപത്തിൽ ഇങ്ങനെ എഴുതി പോയേക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ഈ ഒരു എഴുത്തച്ഛനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ പാഠം എടുത്തു വെച്ചോ? നോക്കട്ടെ, ആ ടെക്സ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഏതാ, മലയാളം ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ്. കേരള പാഠം. പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ? പാർട്ട് 1. അപ്പോൾ അത് നോക്കിക്കോണേ. ലക്ഷ്മണ സാന്ത്വനം എന്നാണ് പാഠത്തിൻ്റെ പേര് പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് ശ്രീരാമ പട്ടാഭിഷേകം അല്ലേ. ശ്രീരാമൻ്റെ പട്ടാഭിഷേകം എന്നാണ്. പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ യുവരാജാവായിട്ട് ഭരതനെ ആ ചുമതല ഏൽപ്പിക്കുമല്ലേ. അങ്ങനെ ആ ചുമതല ഏൽപ്പിക്കുന്ന ആ ഒരു പരിപാടിയെ പറയുന്ന പേരാണ് എന്തോന്ന്? പട്ടാഭിഷേകം. പട്ടരാജാവായിട്ടിങ്ങനെ വാക്കും പോയി അങ്ങനെ ആ ചുമതല കൊടുക്കുന്ന ആ ഒരു എന്താണ് പരിപാടിക്കാണ് ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം കേട്ടോ. ഒരു സ്ഥാനം ഒരാൾക്ക് അലങ്കരിച്ചു കൊടുക്കുന്നു. ഓക്കെ. ഇപ്പം ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ ലക്ഷ്മണൻ അത്യധികം കുപിതനായി. ഇതിനകത്തുള്ള ചില വാക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വായിക്കുന്നത്. പട്ടാഭിഷേകം എന്നുള്ള വാക്കെടുത്തോളൂ. ലക്ഷ്മണൻ അത്യധികം കുപിതനായി. കുപിതൻ ആകാന്ന് വെച്ചാൽ ദേഷ്യമുള്ള ആളാ. ദേഷ്യം വന്നു എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ കുപിതനായി എന്നൊക്കെയുള്ള ആ വാക്കും എടുക്കണം. അതിനകത്തൊന്ന് കോപം, ക്രോധം എന്നുള്ള കുറേ വാക്കും കൂടെ കിട്ടും. കോപം, കുപിതനാകുക, കോപം വരിക,
ക്രുദ്ധനാകുക, ദേഷ്യം ആ വരിക, ആ വിഷമം വരിക, സങ്കടം വരിക, അങ്ങനെയുള്ള കുറേ വാക്കുകളൊക്കെ എടുക്കണം. പിന്നെ ആ അങ്ങനത്തെ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത്. ആ പിന്നെ വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ, അത് വായിച്ചോ. ചിലപ്പോൾ ഞാൻ വായിച്ച തെറ്റുമോയെന്ന് എനിക്കറിഞ്ഞൂടാ. സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള ഇതിന് ഈണം വാത്സല്യപൂരവും. കൊടുക്കാൻ പറ്റത്തില്ലേ? ആ ചുമ്മാ ഒരു സ്വന്തമായിട്ടൊരു ഈണം കൊടുത്തൊന്ന് വായിച്ചേ. നോക്കാം. പോട്ടെ, ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തു. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരം. നിന്നോളമില്ല മറ്റാർക്കുമിന്നുള്ളതും, നിന്നാലെ സാധ്യമായില്ലൊരു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷദാനദാനാദിയും സത്യമെന്നാകിലേ പ്രയാസം തവ. യുക്തമതല്ലായികിലെന്തിന് ഫലം. അത് വേണമെന്നും കൂടെ. യുക്തമാതല്ലാകിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണം പ്രഭചഞ്ചലം, വേഗേന നഷ്ടമായുസ്സു മൂർഖ നീ. വഹ്നിസന്തപ്തലോഹസ്താം ബിന്ദൂനാം സന്നിഭം മാർത്താണ്ഡ ജന്മ ക്ഷണം ഭംഗുരം. ശുശ്രവണത്തിന് അവിടുന്ന് ശരിയാവുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ഈണവും പാട്ടും പാടിയതും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതിൽ കുഴപ്പമില്ല, അതിൽ കാര്യമൊന്നുമില്ല. പിന്നെ ഞാനവിടെ കണ്ടെന്ന് പറഞ്ഞാൽ യുക്തമതല്ലായികിൽ എന്തതിനാൽ ഫലം, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായുസ്സു മോർക്ക നീ. വഗ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന, അങ്ങനെയാണത് കേട്ടോ. സന്നിഭം മർത്യ ജന്മം ക്ഷണഭംഗുരം, ചക്ഷുശ്രവണഗളസ്തമാൻ ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമ മെത്രയുമൽപകാല സ്ഥിതമോർക്ക നീ. പണ്ടൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഇന്ന് വായിക്കുന്ന പോലൊന്നും അന്ന് വായിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പം ഞാൻ വായിച്ച പോലൊന്നും അന്നൊന്നും വായിക്കത്തില്ല, നമുക്ക് ഈ അക്ഷരം ഒന്നും കിട്ടത്തില്ല. അത് കുറേ വായിച്ച് അങ്ങനെ ആ ഒരു ഇത് മാറിക്കിട്ടുന്ന ഞാൻ തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചുമ്മാ പാടിയാൽ മതി, എന്നിട്ട് ഒരു ദിവസം നല്ലോണം നമുക്കിത് ഈണത്തിൽ പാടി നമുക്ക് തകർക്കാം. പാട്ട് മത്സരം തന്നെ വെച്ച് കളയാം. അപ്പോൾ നമ്മൾ വായിച്ചത് വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ. വഗ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യ ജന്മൻ ക്ഷണഭംഗുരം, ചക്ഷുശ്രവണകളസ്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പ കാലസ്ഥിതമോർക്ക നീ.
പാന്തർ ആ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുമെത്രയും ചഞ്ചല മാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരദ്രു പുനരധ്രുവം. ഉം. സ്വപ്നസമാനം കളത്ര സുഖം നൃണ മൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാതി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഞാനിത് വായിച്ചത് ആ ആ ഒരു ഫ്ലോ ഇങ്ങനെയൊക്കെയാണ് മീൻസ് വാക്കുകൾ അങ്ങനെയൊക്കെ വായിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ആ പാടുമ്പോൾ ആ ആ ഒരു ഒഴുക്ക് കിട്ടാനായിട്ട് കേട്ടോ. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കളിക്കുന്നു കലർന്നു. ഓക്കെ, ദേഹം ജന്തു നിമിത്തമഹം ബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹം എന്നാ എന്നാമേ പോയി ബ്രാഹ്മണോഹം നരേന്ദ്രാഹമാഢ്യോഹമെന്ന മ്രീഡിതം കേട്ടോ. ആ നാമ്രേഡിതം കലർന്നീടും ദശാന്തരെ. ഇത് നല്ല ടോണിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആ വാക്കൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ആ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഇതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാക്ക് കിട്ടുന്നെങ്കിൽ എടുത്തോണം കേട്ടോ. ആ ത്വം മാംസ രക്താസ്തി വിൺമൂത്ര രേതസാം സമ്മേളനം ഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയെ. ഈ പുള്ളി ഇതൊക്കെ എങ്ങനെ എഴുതിയെന്തോ. ഉള്ളൊന്നിത ധ്രുവം. ഉം. എൻ്റെ കയ്യിൽ നിന്നും പോയി. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസ താരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായ്കയെന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവമതി പോയി വിദ്യയ മോഹമാതാവാമതി പോയി വിദ്യയ വിദ്യയാകുന്നതും ആ വിദ്യ പോയി കയ്യിൽ നിന്ന് പോയി. എന്തായാലും അത് ഒന്നും കൂടെ വായിച്ചോണം. മോഹമാതാവാമവിദ്യയാകുന്നതും എന്തുവാണ് സ്പ്ലിറ്റ് ചെയ്തത്. ദേഹമത് മോഹമതാവാം അല്ലേ, മോഹമതാവാം ആ മ മോഹമതാവാം വിദ്യയാകുന്നതും അങ്ങനെ വേണേൽ വായിക്കാം. ആ അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണോ ദീർഘമൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, ദേഹമല്ലോർക്കിൽ ജ്ഞാനായതൻ ജ്ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യ കേൾ. സംസാരകാരിണിയായതു വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസ മേകാന്ത ചേതസ ചെയ്ക വേണ്ടുന്നതും. തത്ര കാമ ക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ. മുക്തിക്ക് വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികടോ. മാതാപിതൃ ഭ്രാതൃ മിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. എന്തിനാണാവോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഇത് വായിച്ച ആർക്കെങ്കിലും മനസ്സിലാവണ്ടേ. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് മലയാളത്തിൽ ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുമായിരുന്നെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ എനിക്ക് തോന്നി ഈ സംസ്കൃതമൊക്കെ ആ സമയത്ത് ഭയങ്കര അല്ലേ, സംസ്കൃതം പിന്നെ ദ്രാവിഡ ഭാഷകൾ ഇതിൻ്റെ എല്ലാം ഒരു സങ്കര ആയിരിക്കണം ഈ വാക്കുകളും. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ഇന്ന് ഒത്തിരി 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 ഒത്തിരി
എന്ത് ചെയ്യുന്നു ആ ആ നമുക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന കാര്യം ഒക്കെ ചിലപ്പോൾ അന്ന് പുള്ളിയെ പോലെ ആ എന്താണ് ഇത്തരം ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ അത് ഈസി ആയിരുന്നായിരിക്കും. ആ അപ്പോൾ നമ്മളിപ്പം പാട്ടൊക്കെ നമ്മുടെ ലാംഗ്വേജിൽ ഈണത്തിൽ എഴുതത്തില്ലേ, നമ്മുടെ ലാംഗ്വേജിൽ മീൻസ് നമ്മുടെ ഇപ്പോഴത്തുള്ള സംസാര ഭാഷയിലെ ആ ആ ഒരു മനസ്സിലാവുന്ന രീതിയിൽ എഴുതുന്ന പോലെ ചിലപ്പോൾ അന്ന് എഴുതിയതായിരിക്കാം. ആ ആ ഓക്കെ. ഉം. എന്തായാലും ഇത്രയും സാധനം അത് 1-2 പേരെയും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് മത്സരം നോക്കാമായിരുന്നു. ഓക്കെ. അപ്പം ക്രോധം എന്നുള്ളൊരു വാക്ക് എനിക്ക് കിട്ടി. അവസാനം കുറേ ക്രോധം പറയുന്നുണ്ട്. ക്രോധം ക്രോധം ക്രോധം. അവസാനം ക്രോധം പരിത്യജിക്കണം ബുധജനം. ഈ ബുധജനം എന്ന് വെച്ചാൽ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ, ബോധമുള്ളവർ എന്നൊക്കെയുള്ള അർത്ഥം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ. അങ്ങനെ കണ്ടൊക്കെയാണ് എനിക്ക് പണ്ടത്തെ ഒരു ഓർമ്മയാണ് കേട്ടോ. പിന്നെ ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം നൃണാം സംസാരബന്ധനം. സംസാരം എന്ന് ഉദ്ദേശിക്കുന്ന ബന്ധുക്കൾ എന്തോ. എന്തായാലും ഇതിനകത്തൊന്നും എനിക്കൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വാക്കുകളൊന്നും കിട്ടത്തില്ല. എങ്കിലും ഇതിനകത്ത് പണ്ട് ഞങ്ങൾ പഠിച്ചത് വെച്ചിട്ട് ഇപ്പോൾ ചക്ഷുശ്രവണ ഗ്ലസ്തമാൻ ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഇതൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്ന് ചക്ഷുശ്രവണ ഗ്ലസ്തമാൻ ദർദുരം, എനിക്കൊന്ന് പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള അല്ലേ, അത് മുന്നിൽ കൂടെ ഈച്ച പോയാൽ അതിനെ നാക്ക് വെച്ചിട്ട് പിടിച്ച് തിന്നുന്നു. പക്ഷെ അത് അന്നേരവും ഓർക്കുന്നില്ല അത് ചാകാൻ പോവുകയാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു മീൻസ് പാമ്പിൻ്റെ വായിലിരിക്കുകയാണെന്നോ ഒന്നും അന്നേരം ഓർക്കത്തില്ല എന്നുള്ളൊരു ആശയം വെച്ചിട്ടായിരിക്കണം അത് അങ്ങനെ എഴുതിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. അതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ വേറെ ചില സംഭവം ഉണ്ടായിരുന്നല്ലോ. പാന്തർ പെരുവഴി അമ്പലം, അത് തന്നെ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് ഓർമ്മയിലുള്ളത്, ഈ വഴിയാത്രക്കാരുണ്ടല്ലോ, അപ്പോൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ വെയിറ്റിംഗ് ഷെഡ് പോലെ അന്ന് ഇങ്ങനെ യാത്രയ്ക്ക് പോകുന്നവർക്ക് ഇങ്ങനെ എന്താണ് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ ഈ മരത്തിൻ്റെ അടിയിലോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചായ്പ് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ആ ഒരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്തു, പാന്തർ പെരുവഴിയമ്പലം. അപ്പോൾ ഈ നമ്മളിപ്പം യാത്രയൊക്കെ പോയിട്ട് വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്യുന്ന നിൽക്കുന്ന പോലെ വിശ്രമിക്കും അന്നത്തെ ആൾക്കാർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ചിലപ്പം ആ വിശ്രമ കേന്ദ്രത്തിൽ വേറെയും ആൾക്കാരൊക്കെ കാണുമായിരിക്കും. ചിലപ്പോൾ അവരോടൊക്കെ കുശലം പറഞ്ഞേക്കാം. എന്നിട്ട് അവർ ആ കുശലം പറഞ്ഞവരെല്ലാം അവരവർക്ക് പോകേണ്ട വഴികളിൽ വീണ്ടും പിരിഞ്ഞു പോവല്ലേ. അപ്പം കുറേ പേര് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിട്ട് വീണ്ടും എന്തു ചെയ്യുന്നു, പിരിഞ്ഞു പോകുന്നു. ആ ഒരു അർത്ഥമായിരിക്കണം അവിടെ വന്നേക്കുന്നത്. അതേപോലെയാണ് ഇപ്പോൾ എന്താണ് ഈ നദിയിലൂടെ ഒഴുകി വരുന്ന കാഷ്ടങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന തടിക്കഷ്ണങ്ങളാണെന്ന് തോന്നുന്നു. ഓർമ്മ നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ എന്താണ് ചഞ്ചലമാലയ സംഗമം. ചഞ്ചലമാലയ സംഗമം എന്ന് വെച്ചാൽ എന്തുവാണ്? അതായത് ഈ കുറച്ച് കാര്യങ്ങൾ കൂടിച്ചേരുന്നതും അതേപോലെ തന്നെയാണ് അത് പരസ്പരം വിട്ടുപോകുന്നതും എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ടായിരിക്കണം അതവിടെ എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ബന്ധങ്ങളുണ്ടെന്ന് വിചാരിക്കുക, കുറേ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കുറേ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഇങ്ങനെ എങ്ങനെയാണോ ആ ബന്ധം വന്നത് അതേപോലെ തന്നെയും ആ ബന്ധങ്ങൾ ഇല്ലാതാവാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്, എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് സ്കൂളിൽ അങ്ങനെയൊക്കെ. സ്കൂളിൽ ഇത് പഠിപ്പിച്ച് തീർത്തോ? എന്നിട്ടാണോ ഞാനീ അപ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും ഈ പാഠത്തിനെക്കുറിച്ച് എന്താണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് നമ്മളുടെ ഈ പാഠത്തിലെ എനിക്കൊരു കാര്യം ചെയ്യും, ഇത് മൊത്തം പറഞ്ഞു തരാൻ അറിയോ? അത് പറഞ്ഞു തരാൻ അറിയണം കേട്ടോ, എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, എന്താ ലോകസ്ഥാംബോബിന്ദിരം, ഇങ്ങനെ മഴ എന്താ ജലത്തുള്ളി ഇങ്ങനെ ചൂടായി കിടക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ തട്ടുകടകളിലൊക്കെ ഇങ്ങനെ ചൂട് കല്ലില്ലേ ദോശയൊക്കെ തൊടുന്നേ,
ആ ആ ആ ചൂട് കല്ലേൽ ഒരു വെള്ളത്തുള്ളി വന്ന് വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും വെള്ളത്തുള്ളിയുടെ അവസ്ഥ? പെട്ടെന്ന് തന്നെ ആവിയായിട്ട്, അല്ലേ, കുറച്ച് സൗണ്ടോട് കൂടി അങ്ങ് ആവിയായിട്ട് ഇല്ലാതായി പോകും. കണ്ടിട്ടുണ്ടോ? ആ ആ അപ്പോൾ കണ്ടിട്ടുണ്ട്. ചില ബന്ധങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അതേപോലെയാണ് എന്നൊക്കെയാണ് ആ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ കേട്ടോ? അതിനെന്തോ ഒരു വരിയുണ്ടായിരുന്നു, ലോകസ്താംബു ബിന്ദിന എന്നൊക്കെ പറഞ്ഞു. ലോകസ്ഥാനം ലോകസ്ഥാനം ഇന്ധന ആ ഉണ്ട്, ഇതുണ്ട്. വേഗേന വേഗേന വഗ്നിസന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്തി ജന്മൻ ക്ഷണഭങ്കുരം. അതായത് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ സമയം എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ആ ജലത്തുള്ളി, ഇങ്ങനെ ചൂടായി കിടക്കുന്ന ഒരു ആ ലോഹത്തിലേക്ക് ഒരു ആ വെള്ളത്തുള്ളി വന്ന് വീണാൽ ആ വെള്ളത്തുള്ളി പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നു. ഉം. ആ അത് അതുപോലെയാണ് നമ്മുടെ ഓരോ ജന്മവും എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ആയുസ് അല്ലെങ്കിൽ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ഈ ആ വെള്ളത്തുള്ളി വന്ന് എന്ത് ചെയ്യുന്നു, ഈ ചൂടായി തുള്ളി കിടക്കുന്ന കല്ലിൽ വന്ന് വീഴുമ്പോൾ പെട്ടെന്ന് ആവിയായിട്ട് തീരുന്നു. ആവിയായിരുന്നു. അത്രയും സിമ്പിളാണ് ഉം. ഓരോരുത്തരുടെയും ജന്മം അല്ലെങ്കിൽ ജീവിതം ജീവിതം എന്നൊക്കെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പാഠത്തിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. എഴുതാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഈ പാഠത്തിലെ ആ അത്തരം പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നാളെ പഠിച്ചു. എടുക്കുക. കേട്ടോ? ആ അപ്പോൾ അങ്ങനെ ആ പാഠം തീരും. സിമ്പിളാണ് ആ പാഠം. ആ ചെറുതായിട്ട് പാഠത്തിൽ സിമ്പിൾ. എന്തോ ഓരോരോ വാക്ക് വാക്കുകളൊക്കെ ഭയങ്കര ഇതാ ടഫായി തോന്നുന്നു. ഈ ഈ അല്ലാതെ പ- ഈ കഥ കേൾക്കാൻ അതാണ്ട് ക്രോധാവേശത്താൽ ലോകനാശത്തിനൊരുങ്ങിയ ലക്ഷ്മണനെ ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നത് എങ്ങനെ? അപ്പം നമ്മളങ്ങനെ പറയും, ലക്ഷ്മണന് ശ്രീരാമന് നേരത്തെ പറഞ്ഞ വാക്ക് പട്ടാഭിഷേകം എന്തുവാണ്, നിരസിച്ചതിനെ തുടർന്ന്, അല്ലേ, അല്ലെങ്കിൽ കൊടുക്കാത്തതിനെ തുടർന്ന്, അതിന് നല്ല വാക്ക് ഏതാ, ആ നൽകാത്തതിനെ തുടർന്ന് ലക്ഷ്മണന് അതീവ എന്താ കോപം ഉണ്ടാവുകയും ആ കോപത്താൽ ജ്വലിച്ച് നിൽക്കുന്ന ലക്ഷ്മണനെ സമാധാനിപ്പിക്കുന്നതിനായി ശ്രീരാമൻ പറയുന്ന ഒരു അല്ലെങ്കിൽ കാര്യം പറയുന്ന സന്ദർഭമാണ് ഇതിൽ പറയുന്നത്. പിന്നെന്താണ്, അതായത് എന്താ തിളച്ച് മറിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ നന്നായി ചൂടായി നിൽക്കുന്ന ഒരു ലോഹത്തിൽ ജലത്തുള്ളി വന്ന് വീഴുമ്പോൾ വീഴുന്നത് പോലെയാണ് ഒരു മനുഷ്യൻ്റെ ജന്മം. അത് എത്രയും, അതായത് ക്ഷണഭങ്കുരം, പെട്ടെന്ന് നശിച്ചു പോകാൻ എന്താണ് സാധ്യതയുള്ള സാധ്യതയുള്ളതാണ് ഓരോ മനുഷ്യ ജന്മവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോപവും മോഹവും ലോഭവും അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. കോപം എന്ന് വെച്ചാൽ ദേഷ്യം, മോഹം എന്ന് വെച്ചാൽ ആഗ്രഹം, ലോഭം എന്തുവാണ്, ലോഭം എന്തുവാണെന്ന് ടീച്ചറിനോട് ചോദിക്കണം. എൻ്റെ ഫയൽ പെട്ടെന്ന് വന്നതായിരുന്നു ലോഭം, അർത്ഥം എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ അമിതമായാലും എന്താണ്, അത് നമുക്ക് നാശം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ഥാനം, അതേപോലെ സമ്പത്ത്, അതേപോലെ സൗന്ദര്യം, അങ്ങനെയുള്ള നമ്മളെ ഭ്രമിപ്പിക്കുന്ന കാര്യങ്ങളില്ലേ, ഭ്രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മളെ അഡിക്ഷൻ ആക്കുന്ന പരിപാടികൾ. അപ്പോൾ അത്തരം ഭ്രമങ്ങളൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് നമ്മൾ ശാന്തമായി സമാധാനപരമായി കാര്യങ്ങളെ വിലയിരുത്തി ജീവിക്കണമെന്നാണ് ശ്രീരാമൻ ആരോട് പറഞ്ഞു കൊടുക്കുന്നത്, ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ അതിന് വേണ്ടിയിട്ട് പറയാൻ പറ്റുന്ന കുറേ സാധനങ്ങളാണ് നേരത്തെ ഇല്ല, പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള അടുത്തൂടെ പോകുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ആ തവള എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അടുത്ത നിമിഷം ഞാൻ മരിക്കും എന്നുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ഓരോ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ പറ്റും. അതേപോലെ കൂട്ടം കൂടിയിരിക്കുന്ന ആൾക്കാർ അവർ കുശലം പറഞ്ഞിട്ട് അവർ പല വഴിക്ക് പോകുന്നതും
എന്താണ് ബന്ധങ്ങളുടെ ഒരു ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അത്തരം സ്ഥാനമാനങ്ങളും പിന്നെന്താണ് സാഹചര്യങ്ങളും ഒക്കെ അമിതമായി ആഗ്രഹിക്കുന്നത് നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടുവിടുന്ന ഒരു ഇതായി അവസ്ഥയായി മാറും. അതിനൊരിക്കലും നമ്മുടെ എന്താണ് ജീവിതം ആ രീതിയിൽ നശിപ്പിച്ച് കളയരുത് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് കോപം, പ്രധാനമായിട്ടും കോപം എന്ന് വെച്ചാൽ എന്താ, ദേഷ്യം. കോപം ഉണ്ടാവാതെ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നത്. അപ്പോൾ ഇപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓർഡറിലൊക്കെ ആക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടും. പിന്നെ ഏതാണ്ട് അടുത്ത ചോദ്യം, ചക്ഷുശ്രവണ ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകം. അപ്പോൾ ഈ പറയുന്ന 4 വരികളൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട വരികളാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കാലാഹി എന്ന പ്രയോഗത്തിൻ്റെ ഔചിത്യം എന്ത് എന്ന് വെച്ചാൽ, കാലാഹി എന്ന് പറഞ്ഞാൽ കാലമാകുന്ന കാലാഹിന പരിഗ്രസ്തമാം ലോകവും അലോല ചെയ്ത സംഭവങ്ങൾ തേടുന്നു അല്ലേ, കാലമാകുന്ന പാമ്പ്. മറ്റ് ചക്ഷുശ്രവണഗ്ലസ്തമാം ദർദുരം എന്ന അതിനകത്തുള്ള ഓരോ വാക്കെടുത്ത് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷെ പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള എന്നുള്ള അർത്ഥം. അപ്പൊ അതാണ് ആദ്യത്തെ 2 വരി. പിന്നെ പറയുന്നത് കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതായത് മേളി പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്, പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിന് ഇങ്ങനെ അപേക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഭക്ഷണം കാണുമ്പോൾ അത് തിന്നുന്നത് പോലെയാണ് എന്താണ് കാലാഹിന, കാലം എന്ന് പറയുന്ന പാമ്പ് കേട്ടോ. അതാണ് കാലാഹി എന്ന പ്രയോഗത്തിന്റെ ഔചിത്യം. അപ്പൊ കാലം എന്ന് പറയുന്ന പാമ്പ്, പാമ്പിൽ അകപ്പെട്ടിരിക്കുന്ന ഈ നമ്മളൊക്കെ ജനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരെന്ത് ചെയ്യുന്നു, ഭോഗങ്ങൾ തേടുന്നു. ഭോഗങ്ങൾ എന്ന് വെച്ചാൽ അമിതമായ ആഗ്രഹങ്ങൾ കേട്ടോ, മോഹഭോഗാദികൾ എന്നൊക്കെ പറയും. അമിതമായ ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നു. പിടികിട്ടിയോ? അപ്പോൾ അത്തരം അനാർഭാടം എന്ന് വേണമെങ്കിൽ പറയാം. ആർഭാടം അല്ല, മീൻസ് അധികമായി പോകുന്നതൊക്കെ, അത്തരം ആർഭാടത്തിൻ്റെയൊക്കെ പുറകെ പോകുന്നത് എന്നെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് കാലാഹി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. എന്നിട്ട് വരികൾ വിശകലനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പറയണം, പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് തിന്നുന്നത് പോലെ തന്നെയാണ് ഈ എന്താണ് കാലം എന്ന് പറയുന്ന ആ ഒരു പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ജനങ്ങൾ എന്ത് ചെയ്യുന്നു, അവരുടെ അമിതമായ ആഗ്രഹങ്ങളുടെ പുറകെ പാഞ്ഞു നടക്കുന്നു. അത് എന്താണ് എല്ലാം നശിച്ചു പോകും അല്ലേ എന്നുള്ള തിരിച്ചറിവില്ലാതെയാണ് പലരും പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യുക, ആ ആൻസർ എഴുതാൻ പറ്റുക. പിന്നെ കണ്ടോ, പാന്തറ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാം ഒഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഈ വരികളിലെ സാദൃശ്യ കൽപ്പനകളുടെ സവിശേഷതകൾ വിവരിക്കുക. സാദൃശ്യ കൽപ്പനകൾ എന്നത് ഉദ്ദേശിച്ചത് എന്താണ്? എനിക്ക് മനസ്സിലായില്ല, ടീച്ചറിനോട് ചോദിക്കുക. പറഞ്ഞോ, അറിയാമെങ്കിൽ സാദൃശ്യ കൽപ്പനം. സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരേപോലെ എന്നുള്ള അർത്ഥമുണ്ട്. ഈ വരികളിൽ ഒരേപോലെയുള്ള കൽപ്പനകൾ എന്ന് വെച്ചാൽ വാക്കുകളോ അർത്ഥങ്ങളോ എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പാന്തർ പെരുവഴി, അതിൻ്റെ അർത്ഥം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയാണ്. എന്ത്, ഈ വഴിയിലെ വിശ്രമ കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന ആൾക്കാർ കുശലം പറഞ്ഞിട്ട് അവരവരവരുടെ വഴിക്ക് പോകുന്നത് പോലെയാണ് എന്തോന്ന് ഈ നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ. അതുപോലെയൊക്കെയാണ് നമ്മുടെ എന്താണ് ചഞ്ചലമാലയ സംഗമം. അതായത് മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അതിനുവേണ്ടി നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഈ ഒരു രീതിയിലാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ അതിൽ സാദൃശ്യ കൽപ്പനകൾ എന്നുള്ള ഒരു സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. മീൻസ് വാക്കിൻ്റെ അർത്ഥമല്ല, ഈ 4 വരികൾ ഉപയോഗിച്ചിട്ട് എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് കാര്യം മനസ്സിലായില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക, അതെന്താണ് എന്നുള്ളതൊന്ന് നോക്കി പറയുക.
അടുത്ത ക്രോധം പരിത്യജിക്കണം പൊതുജനം. അതായത് എഴുത്തച്ഛൻ്റെ ഈ ഉപദേശത്തിൻ്റെ കാലിക പ്രസക്തി കണ്ടെത്തി മുഖപ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ പ്രസംഗം തയ്യാറാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എങ്ങനെ പ്രസംഗം തയ്യാറാക്കും? മുഖപ്രസംഗം എന്ന് പറയുന്നത് മുഖപ്രസംഗം എന്ന് പറയുന്നത് പ്രസംഗമായിരിക്കും. പ്രസംഗമല്ല, എന്തെന്നാ വേറെ വല്ലതാണോ? പ്രസംഗമായിട്ടല്ല, വേറെ ആയിട്ട് പ്രസംഗം പോലെയല്ല. അല്ല. അപ്പോൾ അതെന്താന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് ഇപ്പം എന്താണെന്ന് പറയാം. ക്രോധം പരിത്യജിക്കണം പൊതുജനം എന്ന് പറഞ്ഞാൽ ദേഷ്യം ഒന്നിനും ഒരു പരിഹാരമല്ല. സമാധാനപരമായി കാര്യങ്ങളെ വിലയിരുത്തി അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ വാക്കുകൊണ്ട് മീൻസ് ആ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ക്രോധം പരിത്യജിക്കണം പൊതുജനം, അതായത് ബോധമുള്ള ആൾക്കാർ അല്ലെങ്കിൽ വിവരമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ദേഷ്യം എന്ന വികാരത്തെ കൺട്രോൾ ചെയ്യും കേട്ടോ, നിയന്ത്രിക്കും. ഓക്കെ. പിന്നെ തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന് തട്ടി നീക്കി രണ്ടോമന കയ്യുകൾ, താക്കോൽ കൊടുക്കാതെ അരുണോദയത്തിൽ താനേ മുഴങ്ങും വലിയോരലാറാം, പൊന്നണിഞ്ഞാനകൾ, അതായത് പാടുക, പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈകൊണ്ട് പൊന്നിൻ മലകൾ നടക്കുന്നതുപോലെ. കവിതാഭാഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. പാഠഭാഗത്തെ വരികൾക്ക് സമാധാനമായ താളത്തിലുള്ള സാധനങ്ങൾ കണ്ടെത്തി എഴുതണം. താളം ഭാവാവിഷ്കാരത്തിന് എത്രമാത്രം പര്യാപ്തമാണ്? കവിതയുടെ താളം, കവിതയ്ക്കുടെ താളം, ടീച്ചർ താളം വല്ലതും പറഞ്ഞെന്നോ ഇതിൻ്റെ? ഇല്ലേ, താളം എന്തെങ്കിലും വേണം. അതുകൊണ്ടാണ് ഞാൻ ടോൺ ഇടാൻ പറഞ്ഞത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന് തട്ടി നീക്കി രണ്ടോമന കയ്യുകൾ, താക്കോൽ കൊടുക്കാതെ രുണോദയത്തിൽ താനേ മുഴങ്ങും വലിയൊരലാറാം, പൊന്നണിഞ്ഞാൻ. എനിക്കങ്ങനെ കിട്ടുന്നില്ല ഇപ്പം. ഇതിന് സമാനമായ ഇത് ഈ പാഠത്തിലുണ്ടാവും കേട്ടോ. ഏതെങ്കിലുമൊക്കെ വരികൾ കാണും. ഇപ്പം തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന്, അപ്പം ചക്ഷുശ്രവണഗ്ലസ്തം അന്തർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ തട്ടി നീക്കി രണ്ടോമന. ആ ഒരു ചിലപ്പോൾ ആ ഒരു ഇതിൽ കയറി വരും, വൃത്തത്തിലോ താളത്തിലോ ഒക്കെ കയറി വരും ഈ സാധനം കേട്ടോ. നിങ്ങൾക്ക് വൃത്തം, അലങ്കാരം അതൊക്കെ പഠിക്കാനുണ്ടോ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു രീതി നോക്കിയാലും മതി ഇത്, അപ്പം കറക്റ്റ് കിട്ടും. പിന്നെ അടുത്തത്, അപ്പോൾ കവിതയുടെ താളം ഭാവാവിഷ്കാരത്തിന് എത്രമാത്രം പര്യാപ്തമാണ് അത് ചർച്ച ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരു ദിവസം അത് ചർച്ച ചെയ്യണം. ഇപ്പം ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഡ്യോഹം എന്നാമ്രേഡിതം കലർന്നീടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അതായത് നമുക്ക് ആരോഗ്യമുണ്ട്, നല്ല ശരീരമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അഹങ്കരിക്കരുത്. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഡ്യോഹം എന്നാമ്രേഡിതം കലർന്നീടും. സംഭവങ്ങളൊന്നും മനസ്സിലായില്ല എങ്കിലും ദശാന്തരെ കാലങ്ങൾ കഴിയുമ്പോൾ, അതായത് നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ വലിയ ആളാണെന്നോ നമ്മൾ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തെന്നോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവസാനം, അതാണ് ദശാന്തരി എന്ന് പറഞ്ഞാൽ കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പം നമ്മുടെ ഈ ശരീരം, നമ്മൾ മരിച്ചു, ആ മരിക്കുന്ന ശരീരം ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം. അതായത് ജന്തുക്കൾ ഭക്ഷിച്ച് അത് കാഷ്ടിക്കും, അങ്ങനെ കളയും. അല്ലെങ്കിൽ വെന്ത് വെണ്ണീറാക്കും, നമ്മളെ ആരെങ്കിലും ചുടും അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചുടുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വെന്ത്, അതൊക്കെ ആയിരിക്കും ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായത് മാത്രമാണ് ഞാൻ പറയുന്നത്, കറക്റ്റ് വാക്കിൻ്റെ അർത്ഥമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. പിന്നെ മണ്ണിന് കീഴായി, ചിലപ്പം കുഴിച്ചിടും, ഇതൊന്നും പറ്റാതെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കൃമികളായിരിക്കും നമ്മൾ തിന്നുന്നത്. അപ്പോൾ അങ്ങനെ നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം കേട്ടോ. ഇവിടുത്തെ ആ ദേഹം നമ്മുടെ ദേഹമായിരിക്കണമെന്നില്ല പറഞ്ഞേക്കുന്നത് കേട്ടോ. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം, ആ ദേഹത്തിൻ്റെ അർത്ഥം കറക്റ്റ് എന്താണെന്ന് നോക്കുക. ഇനി ഇതിനകത്ത് കാവ്യഭാഗം വിശകലനം ചെയ്ത് എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ടത്തെ കാലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ലോജിക്കൽ എന്നുള്ള രീതിയിൽ പറയുവാണ്, പണ്ട് കാലത്തെ ഒരു മലയാള സംസ്കൃത അന്നത്തെ ഭാഷയുടെ ഒരു രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇത് എഴുതിയേക്കുന്നത്. അത് നല്ലൊരു വൃത്തത്തിലോ
നല്ലൊരു താളത്തിലും അലങ്കാരത്തിലും ഒക്കെ ആയിരിക്കും ഇത് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിത് വായിച്ചാൽ മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. അപ്പം കാവ്യഭാഷയുടെ സവിശേഷതകൾ ചോദിക്കുന്നതിൽ ഇപ്പോഴത്തെ ഈ പാഠത്തെ വെച്ച് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ ഒരു സെനാരിയോ വെച്ചിട്ട് ഞാൻ അതിനെ ഒന്ന് ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അത് നല്ലതല്ല എന്നുള്ളതല്ല. ഇത് വായിച്ചാൽ ഞാൻ പണ്ട് പഠിച്ച സമയത്തും എനിക്ക് ടീച്ചർ ഇതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞു തരണം. അതേപോലെ ബുക്കുകൾ നോക്കി നമ്മൾ അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം അത് കുറച്ചും കൂടി അഡ്വാൻസ് മലയാളം എന്നുള്ള രീതിയിലായിരിക്കും അതൊക്കെ എഴുതിയേക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കവിത പെട്ടെന്ന് എടുത്ത് തന്നിട്ട് നമ്മളോട് ഈ എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷത എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് വായിച്ചാൽ മനസ്സിലായില്ല എന്നേ പറയാനൊക്കത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ നിലയിൽ ഈ കവിത വായിച്ചാൽ മനസ്സിലാവുന്നത്. ഓക്കെ, അത് വിട്ടേക്കും, അത് വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ വാക്കിനകത്ത് അതിൻ്റെ വൃത്തം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. നല്ല വാക്കുകൾ മീൻസ് അന്നത്തെ കാലത്തെ അത്യാവശ്യം നല്ല സാഹിത്യമുള്ള വാക്കുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ഒരു രീതിയിൽ ഈ കവിത ഇന്നും നിലനിൽക്കുന്നത് അല്ലേ? അതിൻ്റെ ഒരു ഇത് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം കാവ്യഭാഗം വിശകലനം ചെയ്ത് എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ. അപ്പോൾ കാവ്യഭാഷ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണം? അതിൻ്റെ വൃത്തത്തിലും അതിൻ്റെ താളത്തിലും അല്ലേ? അതിൻ്റെ അലങ്കാര ഭംഗി വിട്ടുപോകാതെയും ആസ്വാദനത്തിന് മങ്ങലേൽപ്പിക്കാതെയും എന്തെഴുതിയിട്ടുണ്ട് എഴുത്തച്ഛൻ? നന്നായി തന്നെ കവിത അല്ലേ രചിച്ചിട്ടുണ്ട് അല്ലേ? അത് വായിക്കുന്ന ആളുകളിൽ എന്താണ് ഇന്നത്തെ അത് ഏത് വെച്ചാൽ ദേശങ്ങളുമില്ല കാലങ്ങളുമില്ല, അതിനപ്പുറത്തേക്കാണ് അത് എഴുതി വച്ചേക്കുന്നത് അല്ലേ? അതായത് ഇന്നത്തെ കാലത്ത്, അതായത് ഇതിൻ്റെ നമുക്ക് മനസ്സിലാകുന്ന വേർഷൻ എടുത്താൽ, ഈ കവിതയുടെ നമുക്ക് മനസ്സിലാകുന്ന അർത്ഥങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ വേർഷൻ എടുത്താലും ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് അല്ലേ? നമ്മൾ കുറേ ആർഭാടങ്ങളുടെ ഒക്കെ പുറകെ പോകും, അവസാനം പൈസയും നഷ്ടപ്പെടുന്നു ഇല്ല. ഇതിനകത്ത് പറയുന്നില്ലേ മാനഹാനി, ധനനഷ്ടം എന്നൊക്കെ പറയുന്ന പോലുള്ള സംഭവങ്ങളാണ് ശരിക്കും ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ അന്ന് എഴുതിയ കവിത അല്ലേ, എത്രയോ കാലത്തിന് മുമ്പ് എഴുതിയ കവിതയാണ്. അതിന്നും എന്ത് ചെയ്യുന്നു? ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങൾക്കും അല്ലേ അതിന് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മാച്ചാവുന്നുണ്ട് അല്ലേ? സാദൃശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള എന്താണ് എഴുത്തായിരുന്നു എഴുത്തച്ഛൻ എഴുതിയത് അല്ലേ? ആ എഴുത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച പദങ്ങൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നും ആ ഒരു അർത്ഥത്തിൽ തന്നെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് ആ കവിതയെ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും കേട്ടോ. നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് കരുതി കവിത മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കവിത ഇല്ലേ അന്ന് എഴുതിയ കാലത്ത് തൊട്ട് അത് നല്ലതാണ്, ഇന്നും അത് നല്ലതാണ്. പക്ഷെ അതിനകത്തുള്ള വാക്കുകൾ നമുക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. ആശയം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളുമായിട്ട് എന്ത് ചെയ്യാം? വളരെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നടക്കുന്നത് കേട്ടോ. ആ രീതിയിൽ നമുക്കതിനെ കവിതയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ അർത്ഥവത്തായ കവിതയാണെന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? ഓക്കെ, അപ്പം അത്രയും ഇനിയുണ്ടോ? ഇല്ല, ഇനി അടുത്ത പാഠമാണ് ഋതുയോഗം. കണ്ടോ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എനിക്കിനി പറ്റാതെ പോയത് മുഖപ്രസംഗവും ഈ ക്രോധം പരിത്യജിക്കണം ബുദ്ധിജനം എന്നുള്ളത് അതിൻ്റെ അർത്ഥം അറിയാമെങ്കിലും ഈ മുഖപ്രസംഗം എന്താണെന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ ഇത് കവിതയുടെ താളം ഈ ചോദ്യം, ഈ 2 ചോദ്യം മാത്രമേ ഉള്ളൂ എനിക്ക് അത്ര അങ്ങോട്ട് അല്ലേ പറ്റാതെ പോയത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കവിതയുടെ ആശയം മാത്രം മതി ഇത്രയും ആൻസർ എഴുതാൻ. അല്ലാതെ ഈ ആൻസർ എല്ലാം എങ്ങനെയാ നോട്ട് തരുമോ ടീച്ചർ? നോട്ട് തരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുകയേ ചെയ്യാവുള്ളൂ. മീൻസ് അത് പണ്ട് തൊട്ടേ ചിലപ്പം ടീച്ചർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൻസറുകളായിരിക്കാം,
അല്ലെങ്കിൽ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മീൻസ് അത് ഈ ആൻസർ തന്നെയല്ലേ എല്ലാ കുട്ടികളും എഴുതിയെടുത്തേക്കുന്നേ? അപ്പോൾ എല്ലാ കുട്ടികളും ഇതേ ആൻസർ തന്നെ പഠിക്കണമെന്നാണോ? അല്ല, നമ്മളത് പഠിച്ചിട്ട് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ടീച്ചർ തന്ന നോട്ടും ഒക്കെ ഒന്ന് വായിച്ചതിന് ശേഷം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ആ ഒരു രീതിയൊക്കെ ആ ടീച്ചർ തന്ന ആൻസറിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് നമുക്ക് ഈ കവിത വായിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ, മനസ്സിലായ ആശയങ്ങൾ, നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന വാക്കുകൾ, പദങ്ങൾ, പിന്നെ അതിൻ്റെ എന്താണ് ഈ എന്താ പറയുന്നത്, സവിശേഷതകൾ, പദപ്രയോഗങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ആരാ എഴുതിയത്? എഴുത്തച്ഛനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ഓരോ ചോദ്യത്തിനും നമ്മളുടേതായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതാൻ പറ്റണം. പിടികിട്ടിയാ? ഞാൻ പറഞ്ഞതുപോലെ ഓരോന്നും എടുത്തെടുത്ത് ചെറുപടെ എഴുതാൻ പറ്റണം കേട്ടോ. ഓക്കെ, അപ്പം അതാണ് മലയാളത്തിൽ പറയാനുള്ളത്. ഇനി നമുക്കുള്ളത് മാത്സ്. പിന്നെ ഏതാ? മാത്സിനകത്ത് ഏതായിരുന്നു? 2 ചാപ്റ്റർ. 2 ചാപ്റ്റർ നമുക്ക് നാളെ നോക്കാം. പിന്നെ അതേപോലെ സോഷ്യലിനകത്ത് ഫ്രഞ്ച് വിപ്ലവം, അതേക്കുറിച്ച് പഠിച്ചോ? ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് മാക്സിമം അറിയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചില്ലേ, എന്താണ്ട് ഈ എഴുത്തച്ഛൻ കണ്ടോ? എഴുത്തച്ഛൻ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ കവിയാണ്, മലയാള ഭാഷാ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനം, പിന്നെ അധ്യാത്മ രാമായണം, ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റുകൾ എഴുതി വെച്ചു. ആരെ വെച്ചിട്ടാ? എഴുത്തച്ഛനെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഈ പോയിന്റുകൾ പിന്നെ എനിക്കങ്ങ് ഇലാബറേറ്റ് ചെയ്തെടുത്താൽ മതി. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും മലയാള ഭാഷയുടെ പിതാവുമായ കവി ശ്രീ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എന്ന പാഠത്തിലെ ഏതാനും ചില വരികളാണ് ഞാനിന്ന് ചൊല്ലാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചൊല്ലിത്തുടങ്ങാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിലേക്ക് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യത്തിനും എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ഷോർട്ട് പോയിന്റ്സ് എടുക്കുക. അത്യാവശ്യം വേണ്ടുന്ന വാക്കുകളും അതിൻ്റെ കൂട്ടത്തിൽ എടുക്കുക. അപ്പം അതേപോലെ ഫ്രഞ്ച് വിപ്ലവം പറയാൻ ശ്രമിക്കുക കേട്ടോ. അതായത് ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലയളവ് കാണും, എന്നുവെച്ചാൽ വർഷം, മാസം, അങ്ങനെയുള്ള സമയം, കാലയളവ്. പിന്നെ ഈ ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലയളവ് പറയാൻ പറ്റും, സ്ഥലം പറയാൻ പറ്റും അല്ലേ? പിന്നെ അതിനകത്ത് പങ്കെടുത്ത ആളുകളെ കുറിച്ച് പറയാൻ പറ്റും. പിന്നെ എന്ത് കാരണത്താലാണ് ഇത് നടന്നതെന്ന് പറയാൻ പറ്റും അല്ലേ? കാരണം പറയാൻ പറ്റും. ഇത് നടക്കാനുണ്ടായ സാഹചര്യം, പെട്ടെന്നുണ്ടായ കാരണം കാണും കേട്ടോ. വിപ്ലവമൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ പെട്ടെന്നുണ്ടായ കാരണം കാണും, പക്ഷെ അതിലേക്ക് നയിച്ചു വന്ന സാഹചര്യങ്ങൾ കാണും. അങ്ങനെ ആ വിപ്ലവം നടന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഉള്ള അവസ്ഥ കേട്ടോ, ശേഷമുള്ള അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് പരിണിത ഫലമെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ എൻഡ്, അവസാനം എങ്ങനെയായിരുന്നു, ഈ വിപ്ലവത്തിൻ്റെ അവസാന ഭാഗം എങ്ങനെയായിരുന്നു, എങ്ങനെയാണത് നിന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഓരോ പോയിൻ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കാമെങ്കിൽ അതിനകത്തുള്ള പ്രധാനപ്പെട്ട മറ്റ് സംഭവ വികാസങ്ങൾ അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു തീരും. പിന്നെ ഈസിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് പറയാനൊക്കെ. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊന്നും വേണേ നോട്ട് ചെയ്തോ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള കാലയളവ്, അത് നടന്ന സ്ഥലം, അതിലെ പ്രധാനപ്പെട്ട ആളുകൾ, അതിനുണ്ടായ കാരണം, ആ കാരണത്തിലേക്ക് കൊണ്ടുവന്ന സാഹചര്യങ്ങൾ, അതിൽ നടന്ന പ്രധാന സംഭവ വികാസങ്ങൾ, ആ വിപ്ലവത്തിൻ്റെ അവസാനം കേട്ടോ. അത്രയും കാര്യങ്ങൾ അതിനകത്തുനിന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടിക്കോളും? ഫ്രഞ്ച് വിപ്ലവം പറയാൻ പറ്റും. അപ്പോൾ ഒറ്റ വാക്കിലൊക്കെ അത് പറഞ്ഞു തീർക്കാൻ പറ്റും. ഒറ്റ വാക്ക് മീൻസ് ഒരു കുറച്ച് സമയം കൊണ്ട്. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ.
ആ ഓക്കെ, ശരി. ആ.